ദശീജ, നിനക്കൊരു വിഷമം പോലെ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തോ അഭിപ്രായം? എനിക്ക് നിന്നെ കുറിച്ച് വളരെ മോശം അഭിപ്രായം. അത് നിനക്കറിയാലോ, പിന്നെ എന്തിനാ വീഡിയോ എടുക്കുമ്പോ അതൊക്കെ ചോദിക്കുന്ന നീ? എന്നിരുന്നാലും ഞാൻ കണ്ടോ നിങ്ങളെ വീഡിയോ എടുക്കുന്നത്, നിങ്ങളുടെ ഞാൻ കാര്യമല്ലേ ചോദിച്ചോളാം. എന്നാലും ഒരു സ്വന്തം ഭാര്യയെ കുറിച്ച് ഒരു സ്വന്തം ഭർത്താവ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഭയങ്കര മോശമാണ്. അല്ല, അതിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇമാതിരി സ്വഭാവം, ഇമാതിരി സംസാരമുള്ള ഭാര്യമാരെ കുറിച്ച് പിന്നെ ഭർത്താക്കന്മാർ എന്തോ പറയാനാണ്? ഇപ്പൊ തന്നെ നമ്മളൊരു അഭിപ്രായം ചോദിച്ചു, ഒരു അഭിപ്രായം പറഞ്ഞപ്പോ പറഞ്ഞ കാര്യം തന്നെ കേട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാലും ആരാണെങ്കിലും സ്നേഹം ഇല്ലാത്തവരാണെങ്കിലും പോലും പറയത്തില്ലേ, ആ എന്റെ ഭാര്യയല്ലേ നല്ലതാണ്, നല്ല ഇച്ചിരി ഒന്ന് പുകഴ്ത്തിയല്ലേ പറയത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. നിനക്ക് പണ്ട് തൊട്ടേ അറിയത്തില്ലേ? നിനക്ക് പണ്ട് തൊട്ടേ അറിയത്തില്ലേ ഞാനൊരു കള്ളം പറയുന്ന വ്യക്തിയല്ല, സത്യസന്ധനായ വ്യക്തിയാണ്. പിന്നെ ആൾക്കാരെ അങ്ങനെ വലുതായിട്ട് വിഷമിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പോളിഷ് ചെയ്ത് സംസാരിക്കുന്നേ ഉള്ളൂ, ഒരു മയത്തില് സംസാരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടല്ല ചോദിച്ചത്. അത്തരം വലിയ വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ കൊണ്ട് വെറുതെ അഭിപ്രായം ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബിഗ് ബോസ് സീസൺ 6 അവസരം കിട്ടിയിട്ടുണ്ട് ലാസ്റ്റില്. ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചായിരുന്നു ഷീജ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ സ്പീക്കർ തന്നെ അടിച്ചു പോകും ഷീജ. എന്തൊരു സംസാരം! ഇവർക്ക് എനിക്ക് ജലജയൊന്നും അല്ല. നിങ്ങൾ ഞാൻ പറയാം, ഒരാൾ പറയുമ്പോ നിനക്ക് എതിർത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരാൾ പറയുമ്പോഴത്തേക്ക് അത് സാമാന്യം കേൾക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. വേറെ നോറയോ നോറൊക്കെ അപ്പൊ എന്നെ അവരെ വിളിച്ച് ഞാനവിടെ പോവാൻ ഒരൊറ്റ വിളിയോട് കൂടി അവസാനിച്ചു. ഇനി അവര് വിളിക്കത്തുമില്ല, അവര് ഓർക്കത്തുമില്ല. വിളിച്ച കാര്യം ഓർക്കാൻ പോലും അവർക്ക് പേടിയാണ്. കേൾക്കണം ആരായാലും. അപ്പൊ അവര് വിളിച്ച് ഞാൻ പോവാന്നുള്ളപ്പോഴത്തേക്ക് ഇവർക്ക് ഇവരെ വിളിച്ചില്ലല്ലോ. അതിനുള്ള ജലസാണ് ഇവരിപ്പോ നിങ്ങളുടെ പറയുന്നത്. സത്യത്തില് ഇവരുടെ തനി സ്വഭാവം അറിയണമെങ്കിൽ ഇവരെയാണ് ബിഗ് ബോസ് ഇവിടെ ഉണ്ട്, എന്നെ അല്ല കേട്ടോ. എന്റെ പൊന്നു ഷീജ, എനിക്ക് ബിഗ് ബോസിൽ പോണ്ട. നീ ഉണ്ടെങ്കിൽ ഒട്ടും പോണ്ട. നീ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് എന്നല്ല ഏരിയയിലോട്ട് പോലും ഞാൻ തിരിച്ചു നോക്കത്തില്ല. എന്തായാലും സീസൺ 7 ഞാനും എന്തായാലും ഉണ്ടാവും. അതൊക്കെ പോട്ടെ. ഇപ്പൊ എന്തിനാ വീഡിയോ എടുക്കാൻ പറഞ്ഞ? ഇത്തരം കാര്യങ്ങൾ പറയാനാണോ വീഡിയോ എടുക്കുന്നത്? എനിക്ക് ബിഗ് ബോസിൽ അവസരം കിട്ടിയത് എല്ലാവരും അറിയിക്കണോന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഫ്ലോ തെറ്റിക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ഫ്ലോയിൽ പുക തെറ്റിക്കരുത്. എന്തൊരു പുക? അപ്പോഴേ ഇങ്ങനെയുള്ള നീയാണോ ബിഗ് ബോസിൽ പോകുന്നേടി? അവിടെയൊക്കെ ചടുലമായ ഭാഷണമായിരിക്കണം. ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് പറയണം. പിന്നെ ആര് പറഞ്ഞോടെ? അങ്ങനല്ലേ എല്ലാരും? അങ്ങനൊന്നും ഇല്ല. പിന്നെ ഈ ഗെയിം പഠിക്കാം. പഠിക്കാതെ എക്സാമോ? SSLC എക്സാമോ? അന്ന് പഠിച്ചാണെങ്കിൽ രക്ഷപ്പെട്ടു ഞാന്. എന്തോ ഈ ചുരിദാറൊക്കെ അങ്ങോട്ട് തണിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഷോപ്പിലെ ചുരിദാറാണ് ഇത് കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പെരുന്നാളിന് കുറെ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിലൊക്കെ യൂസ് ആക്കാൻ പറ്റും നല്ല കോട്ടന്റെ ചുരിദാർ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3XL, 4, 5, 6, 7, 8XL വരെയാണ്. അടിപൊളി സംഭവമാണ് കേട്ടോ. 44 എബോ തൊട്ടുള്ള സൈസാണ് കേട്ടോ. എപ്പോഴും മീഡിയം ടു XXL അല്ലേ കാണിക്കുന്നത്. അങ്ങനെയുള്ള സൈസിൽ വന്നൊരു ചുരിദാറാണ് ഇത്. പ്യുവർ കോട്ടൺ ആണ്. നല്ല ഇടാനായിട്ട് നല്ല കംഫർട്ട് ആയിട്ടുള്ള സാധനമാണ്. അപ്പം അതിലെ കുറെ പീസ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സിമ്പിൾ ആയിട്ട് എലഗന്റ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. നല്ല കളർ അല്ലേ? പിങ്ക് ആൻഡ് വൈറ്റ് കോംബോ. നെക്ക് പോർഷൻ കണ്ടോ, നെക്കിലൊക്കെ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്, സ്ലിറ്റ് മോഡലാണ്. നല്ല കംഫർട്ടായിട്ട് എന്താ സുഖമായിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് അറിയാമോ. അതിന്റെ ബോട്ടം വലിയ ബോട്ടം കേട്ടോ. ഇതൊക്കെ 3 to 8XL വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. അതിന്റെ ഷോൾ ഇതൊക്കെ വലിയ ഷോളാണ്. അതേ കണക്ക് തന്നെ ഇത് പ്യുവർ കോട്ടണിൽ വന്ന വലിയ ഷോൾ കണ്ടോ. ഇടാനായിട്ടൊക്കെ നല്ല കംഫർട്ട് വലിയ ഷോളാട്ടോ കണ്ടോ. അപ്പൊ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ. എല്ലാ സൈസും മീൻസ് 3XL തൊട്ടാണ് കേട്ടോ. ഞാൻ അടുത്തൊരു പീസ് ഞാൻ കാണിച്ചു തരാം. അടുത്ത കോട്ടൺ നല്ല അടിപൊളി അല്ലേ? വാവ്, എന്താ രസം. ഇതൊക്കെ 4XL സൈസാണ് കേട്ടോ, വലിയ സൈസാണ്. അപ്പൊ വിഷമിക്കാൻ വേണ്ട. ഇതിന്റെ തന്നെ 4XL, 5XL, 6XL, 7XL, 8XL വരെ ഉണ്ട് കേട്ടോ. എല്ലാത്തിന്റെ കളക്ഷനും കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ കുറെ അധികം കളക്ഷനും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ ലെങ്തിന്റെ വിഷയം വരുന്നത് കൊണ്ട് കാണിക്കുന്നില്ല. ഷീജാടുന്ന അലച്ച് തന്നെ 5 മിനിറ്റ് പോയി. പക്ഷെ ഈ ഒറ്റയ്ക്ക് എന്തായാലും അലക്കാൻ പറ്റത്തില്ലല്ലോ. രണ്ട് കൈ ഉണ്ടെങ്കിലല്ലേ സൗണ്ട് കേൾക്കത്തുള്ളൂ. ഒരു കൈ വെച്ച് എന്തായാലും സൗണ്ട് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. വാവച്ചല്ലി സൗണ്ട് ഉണ്ടാക്കുന്ന കൈ വെച്ചാ
ഇതിന്റെയൊക്കെ ഷാള് നോക്കി എന്ത് രസമാണ്, എന്ത് വലിയ ഷോളില്ലേ. അടിപൊളിയായിട്ടുള്ള ഷോളുകളാണ്, വലിയ ഷോളാണ്. കോട്ടൺ ആണ്, ഇടാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കംഫർട്ടായിട്ട് നമുക്ക് എല്ലാ ക്ലൈമറ്റിലും യൂസ് ആക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇനി അടുത്ത ഒരു പീസ് ഞാൻ കാണിച്ചു കൊടുക്കട്ടോ. കാണിച്ചോ? ഞാൻ കാണിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എല്ലാം കാണിക്കും. ഇതുണ്ടോ? ബിഗ് ബോസിൽ പോയിട്ടാണ് ബാക്കിയുള്ളത് കാണിക്കേണ്ടത് കേട്ടോ. ഇത് നല്ല എന്തൊക്കെ കാണിച്ചാലും നിന്റെ നാട്ടുകാരിയായിട്ടുള്ള ജാസ്മിൻ കാണിച്ചാണെന്നൊന്നും കാണിക്കായിരുന്നാ മതി. എന്ത് ജാസ്മിൻ? എന്തേ ജാസ്മിൻ വാഴത്തോപ്പിലിരുന്ന് കാണിച്ചത് കണ്ട് ജാസ്മിൻ കാണിച്ചതുകൊണ്ടല്ലേ ജാസ്മിന്റെ ലോകം മൊത്തം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ജാസ്മിൻ അവിടെ പോയി അടങ്ങിയിരുന്നായിരുന്നെങ്കിൽ ജാസ്മിനെ അറിയായിരുന്നു ആരെങ്കിലും. അതിനു മുമ്പ് അറിയത്തില്ലായിരുന്നോ? യൂട്യൂബിലോ വീഡിയോകളും ബ്യൂട്ടി ടിപ്സോ അവളുടെ കഴിവ്, അവളെ കൂടെ സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയാവോ? അവളെ കൂട്ടി ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് അറിയാവോ? നാടിന്റെ അഭിമാനമായ ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഈ മലയാളിയൊക്കെ എല്ലാം അറിയാം ആ കഴിവ്. മലയാളിയൊക്കെ എല്ലാം ആ കഴിവുള്ള മലയാളികൾ തന്നെയാണ്. ഇങ്ങനെ സവിശേഷമായ കഴിവുകളുള്ള നാട്ടുകാരായിട്ടുള്ള ഷീജായും ജാസ്മിനും ഒക്കെ അങ്ങനെ പ്രത്യേകം കഴിവുകളാണ്. അവരുടെ കഴിവുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ പറയട്ടെ, പിന്നെ ഒരാളുടെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അവരുടെ പോസിറ്റീവ് കണ്ടുപിടിക്കാൻ, അവരുടെ കഴിവ് കണ്ടുപിടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലാതെ അവരെ നിരുത്സാഹപ്പെടുത്തുവല്ല വേണ്ടിയത്. നമ്മളിനി അത് സപ്പോർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ കാണേണ്ടി വരും. സപ്പോർട്ട് ചെയ്യാതെ തന്നെ ഇത്രയൊക്കെ കാണിക്കുന്നു. ഇനി സപ്പോർട്ട് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ജാഫറൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് മതി. ബാ, ഇത് കണ്ടോ? കൊള്ളാം. ഇത് നോക്കിക്കേ, എന്താ അടിപൊളിയായിട്ടുള്ള സാധനം നോക്കിക്കേ. സൂപ്പർ, സിമ്പിൾ ആൻഡ് എലഗന്റ്. നല്ല യെല്ലോ ഷെയ്ഡില് വലിയ സൈസിൽ വന്നിട്ടുണ്ട്. അതിന്റെ ബോട്ടോ ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ ആയിട്ട് എലഗന്റ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റിയ ബിഗ് സൈസിലെ നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടന്റെ ചുരിദാറാണ് ഞാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോരുത്തർക്കൊക്കെ ഭയങ്കര ജലസ്, അസൂയം, കുശുമ്പും ഒക്കെ ഉള്ളവർക്ക് നമ്മൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ എന്നെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരുന്നാൽ മതി. കണ്ടോ? ഇതിന്റെ ഷോള് നോക്കിക്കേ, എന്ത് വലിയ അടിപൊളി ഷോളാന്ന് നോക്കിക്കേ. സൂപ്പർ അല്ലേ? മാഷാഅല്ലാഹ്, അടിപൊളി. കണ്ടോ? അപ്പൊ ഇതൊക്കെ നല്ല അടിപൊളി സൈസിൽ നമ്മുടെ ഷീജ ഷെഫീക്ക് ബോട്ടിക്കിലാണ് ഇതൊക്കെ കിട്ടും. കാണിച്ചു കൊടുക്കട്ടെ. ഷീജ 10 മിനിറ്റ് ആയി. നിങ്ങളുടെ തള്ളല്ലേ 7 മിനിറ്റ്. ഞാൻ എന്റെ ഡ്രസ്സിനെ കുറിച്ച് പറയണ്ടേ? ഞാനാണോ തള്ളിയത്, ഷീജ ആണോ തള്ളിയത്? സിമ്പിൾ ആണ് കേട്ടോ. സിമ്പിൾ ആയിട്ട് എലഗന്റ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം ദുപ്പട്ടയാണ് കേട്ടോ. വലിയ അടിപൊളി ദുപ്പട്ടയാണ്. അല്ല, ഇത് ബോട്ടമാണ്. ഞാൻ ദുപ്പട്ടാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ബോഡിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബോഡിയിൽ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്ക് ഇടാനായിട്ട് നല്ല കംഫർട്ടായിട്ട് സുഖമായിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഏറ്റവും വലിയ സൈസ് കേട്ടോ, 3, 4, 5, 6, 7, 8 വരെ ഉള്ള എക്സൽ നമ്മുടെ ഷീജ ഷെഫീക്ക് ബോട്ടിക്കൽ അവൈലബിൾ ആണ്. കോട്ടന്റെ ആണ്. അതേ കണക്കാരന് 3 to XXL ഉണ്ട്. മീഡിയം ടു XXL ഉണ്ട്. എല്ലാം അങ്ങ് നാക്ക് എന്തോ കുഴയുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പോവില്ലേ? നമ്മുടെ ബോട്ടിക്ക് എവിടെയാന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ബോട്ടിക്ക് ദുബായിലാണ്. ദുബായ് കിസൈസിലാണ്. ദുബായ് കിസൈസ് മദീന മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ അല്ലൻസാരി എക്സ്ചേഞ്ചിന്റെ സെയിം ഡയറക്ഷനിൽ ബാസ്കിൻ റോബിൻസിന്റെ ഒക്കെ സെയിം ലെവലില് കാരിഫോറിന്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത്. കാണാതെ റിയാലിറ്റി അല്ലേ, ഒരു കാര്യമില്ലേ, ഒരു ഫാക്ട് അല്ലേ പറയുന്നത്. വേറെ എന്താ ഇത് ഫീഡ് ചെയ്ത് വെക്കാൻ? എല്ലാവരുടെ മനസ്സിലും ഫീഡ് ചെയ്ത് വെക്കട്ടെ. ഷീജ ഷെഫീക്ക് ബോട്ടിക്കിന്റെ ലൊക്കേഷൻ എല്ലാവരും മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുക, മറക്കാതിരിക്കുക. നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന ദുബായിൽ മദീന മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ കാരിഫോറിന്റെ അടുത്ത് ബാസ്കിൻ റോബിൻസിന്റെ അടുത്ത് അല്ലൻസാരി എക്സ്ചേഞ്ചിന്റെ സെയിം ലെവലിലാണ് നമ്മളുടെ ഷീജ ഷെഫീക്ക് ബോട്ടിക്ക് ഉള്ളത്. 056959434 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തരുന്നതാണ്. വളരെ ചെറിയ പ്രൈസ് ആണ് ഇതിന്റെയൊക്കെ. എത്ര രൂപ ഇതിന്റെയൊക്കെ വില ഷീജ? only 100 dirhams മാത്രമാണ് ഇതിന്റെ. അപ്പൊ നിങ്ങള് 3XL, 4XL, 5XL എവിടെയും കിട്ടാത്ത സൈസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പം പിന്നെ എല്ലാവരും പെട്ടെന്ന് നമ്മുടെ ഷീജ ഷെഫീക്ക് ബോട്ടിക്കയിൽ വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് തരുന്നതായിരിക്കും. എൻ്റെ ഇക്കായ്ക്കാണെങ്കിൽ ഇക്കായെ ബിഗ് ബോസിൽ കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ വിഷമവും ജലസും അസൂയ എല്ലാം കൂടെ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നതോടൊപ്പം ഞാൻ എന്തായാലും ബിഗ് ബോസിൽ പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്തായിരുന്നാലും നിങ്ങളൊക്കെ ബിഗ് ബോസ് കാണുന്നവരല്ലേ. വരും ദിവസങ്ങളിൽ ഷീജയെ ബിഗ് ബോസിൽ കാണാമെന്നാണ് ഷീജ പറയുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയത്തുമില്ലേ, ഞാനിതിൽ ഉത്തരവാദിയല്ല. പിന്നെ 100 ദിർഹത്തിനാണ് ഈ ചുരിദാറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും വരിക, വാങ്ങുക. അപ്പൊ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.